ഈ കൊലയാളി തന്റെ വാച്ചിൽ നിന്നും ഒരു സ്റ്റീൽ കമ്പി പുറത്തെടുത്ത് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജിമ്മിയെ വകവരുത്താൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ ശക്തമായ ടർബുലൻസ് കാരണം വിമാനം കുലുങ്ങി അയാൾ താഴെ വീണു. പിന്നീട് ജിമ്മി അറിയാതെ തന്റെ കുടസീറ്റുകൾക്കിടയിലേക്ക് വെച്ചപ്പോൾ അതിന്റെ കൂർത്ത അഗ്രം ആ കൊലയാളിയുടെ ശരീരത്തിൽ തറച്ചു. ആ കുടയിൽ കൊലയാളികൾ ജിമ്മിക്കായി പുരട്ടിയിരുന്ന മാരകവിഷം സ്വന്തം ആളുടെ തന്നെ ജീവനെടുത്തു. അടുത്തതായി സുവർണമുടിയുള്ള മറ്റൊരു പ്രൊഫഷണൽ കൊലയാളി ജിമ്മിയെ കാറിൽ പിന്തുടർന്നു. വഴിയിൽ വെച്ച് ജിമ്മിയുടെ വണ്ടിക്ക് നേരെ അയാൾ സ്നൈപ്പർ റൈഫിൾ ചൂണ്ടി. എന്നാൽ കാറിലിരുന്ന ഒരു കുട്ടി അബദ്ധത്തിൽ ജിമ്മിയുടെ കുട നിവർത്തിയതോടെ ഡ്രൈവറുടെ കാഴ്ച മറഞ്ഞു. വണ്ടി നിയന്ത്രണം വിട്ട് വളഞ്ഞു ഓടിയതിനാൽ കൊലയാളിയുടെ വെടി ലക്ഷ്യം തെറ്റി കാറിന് മുകളിലെ എയർബോട്ടിൽ കൊണ്ടു. കാറ്റുപോയ ബോട്ട് വണ്ടിയെ മൂടിയതോടെ ഡ്രൈവർ കാർ റോഡരികിലേക്ക് ഓടിച്ചു കയറ്റി. അവിടെ ഒളിച്ചിരുന്ന കൊലയാളിയെ തന്നെ വണ്ടി ഇടിച്ചു തെറിപ്പിച്ചു കൊന്നു. ഒടുവിൽ 100% വിജയശതമാനമുള്ള ഒരു അന്താരാഷ്ട്ര കൊലയാളി രംഗത്തിറങ്ങി. ഒരു ഷോപ്പിംഗ് മാളിലെ ഫോട്ടോ ബൂത്തിൽ ജിമ്മി കയറിയപ്പോൾ തൊട്ടടുത്ത രഹസ്യമുറിയിൽ നിന്ന് അയാൾ ജിമ്മിക്ക് നേരെ സൈലൻസർ ഘടിപ്പിച്ച തോക്ക് ചൂണ്ടി. ജിമ്മി ഫോട്ടോ എടുക്കാൻ ബട്ടണമർത്തുന്ന ശബ്ദത്തിനൊപ്പം വെടിയുതിർക്കാനായിരുന്നു പ്ലാൻ. എന്നാൽ ഇത്തവണയും ജിമ്മി രക്ഷപ്പെടും. ഫോട്ടോ ബൂത്തിലെ ശക്തമായ ഫ്ലാഷ് ലൈറ്റ് അടിക്കുമ്പോൾ കൊലയാളിയുടെ കണ്ണ് പെട്ടെന്ന് അഞ്ചാമ്പനി പോലെ മങ്ങും. അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത ശേഷം ജിമ്മി പെട്ടെന്ന് കുനിഞ്ഞ് ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ വെടിയുണ്ട ലക്ഷ്യം തെറ്റി ഭിത്തിയിൽ കൊള്ളും. ജിമ്മിയുടെ ഭാഗ്യവും അബദ്ധങ്ങളും കാരണം ആ പ്രൊഫഷണൽ കൊലയാളിയുടെ ദൗത്യവും പരാജയപ്പെടും.